എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 44 ശ്ലോകം 34, 35, 36, 37, 38, 39 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കംസൻ ആ ചാണൂരനെ മല്ലനെ രാമകൃഷ്ണന്മാരെ വധിക്കണത് അങ്ങോട്ട് കണ്ടില്ലേ? അത് നിഷ്പ്രയാസം അത്ര ഗംഭീരന്മാരായിട്ടുള്ള മഹാമേരുക്കളെ പോലെയുള്ള ആ മല്ലന്മാരെ എങ്ങനെ വധിക്കണ കണ്ടപ്പോ പേടിച്ചു അങ്ങോട്ട്. മറ്റേതാ കൊല്ലവരെ വസുദേവരെ കൊല്ല്, ഉഗ്രസേനാണ് എന്റെ അച്ഛനാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, അയാളെയും കൊല്ല്. വസുദേവൻ എന്നെ പറ്റിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാള്, എന്നെ വഞ്ചിച്ചുകൊണ്ട് അതിനെ കൂട്ടുചേർന്ന് നിന്നു ഉഗ്രസേന മഹാരാജാവ്. എന്റെ അച്ഛനാണെന്ന് നോക്കണം, കൊല്ലവരെ കൊല്ല എന്നൊക്കെ ഇങ്ങനെ ആജ്ഞ കൽപ്പിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ വിചാരിച്ചു ഇനി കംസന്റെ വധത്തിന്റെ സമയം ആയി. അതിനുള്ള പുറപ്പാടാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്ലോകം 34. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം വികഥമാനേ വൈ കംസേ പ്രകുപിതോ വ്യയ ലഘിംനോത്പത്യ തരസാ മഞ്ചമുത്തുംഗമാരുഹ. തനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സംഗതികള് ഭൃത്യന്മാരോട് കൽപ്പിക്കണു കംസൻ. ആ സംബന്ധ പ്രലാപനങ്ങൾ എന്തൊക്കെയോ പറയണു. അതുകൊണ്ട് കേട്ടില്ലേ ഭഗവാന് ദേഷ്യം വന്നു. അക്ഷീണ പരാക്രമശാലിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ പെട്ടെന്ന് ശരീരത്തിന്റെ കനം മുഴുവൻ അങ്ങോട്ട് കുറച്ചു. മല്ലന്മാരോട് യുദ്ധം ചെയ്യുമ്പോ വജ്രം പോലെ അതികഠിനമായിട്ടായിരുന്നു ആ ശരീരം. അത്രയും വജ്രം കൊണ്ടുള്ള അടി പോലെയാണ് അത് മല്ലന്മാർക്ക് തോന്നിയതെന്ന് പറഞ്ഞില്ലേ. ആ ശരീരത്തെ ഏറ്റവും ലഘു ആക്കിയാണ് തീർത്തു. അഷ്ടസിദ്ധികളില് ഒന്നാണ് ഇത്, ഈ ലഘിമ. ഈ വിദ്യ പെട്ടെന്ന് കനം വർദ്ധിപ്പിക്കാൻ പറ്റും, അതുപോലെ കനം കുറയ്ക്കാനും പറ്റും. ലഘിമ എന്നാണ് ഇതിന് പേര്. ലഘിമ മഹിമ, മറ്റത് മഹിമ. ഒട്ടും കനമില്ലാത്ത ഒരു സാധനം താനെ ഇങ്ങനെ മേൽപോട്ട് പൊങ്ങില്ലേ, ബലൂണ് പൊങ്ങണ പോലെ. അങ്ങനെ ഭഗവാൻ എന്താ കംസൻ ഇരിക്കണ ആ അത്യുന്നതമായ മഞ്ചത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അതിങ്ങനെ കംസൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വരണു തന്റെ നേരക്ക് അന്തകന്നുള്ള മാതിരി തോന്നിയതെന്ന് പറഞ്ഞു. തമാവിശന്തമാലോക്യ മൃത്യുമാത്മന ആസനാൻ മനസ്വീ സഹസോത്ഥായ ജഗൃഹേ സോസി ചർമ്മണി. തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ശ്രീകൃഷ്ണനെ കണ്ടപ്പോ കംസന് അന്തകനിതാ എന്റെ അടുത്തേക്ക് വരണു എന്നാണ് തോന്നിയത്. ധീരനാണെങ്കിലും വളരെ ഭയപ്പെട്ടു. ഒട്ടന്നെ ദാസ് സിംഹാസനത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. വാളും പരിചയം അങ്ങോട്ട് എടുത്തു പിടിച്ചു. ഭഗവാന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. ആയുധമൊന്നും എടുക്കാതെ നേരിട്ട് വരുന്ന ഭഗവാന്റെ നേർക്ക് ആയുധം എടുത്തത് എന്തിനാ? പേടിച്ചിട്ട്. തം ഖഡ്ഗപാണിം വിചരന്തമാശു ശേനം യഥാ ദക്ഷിണ സൗയമംബരെ സമഗ്രഹീൽ ദുർവിഷഹോഗ്രതേജ യഥോരകം താർക്ഷ്യസു തത്പ്രസഹ്യ. ആകാശത്തില് ഇടത്തും വലത്തും പറക്കണ പരുന്ത് പോലെ വാളും കയ്യിൽ പിടിച്ചിങ്ങനെ മേൽപ്പെട്ടും കീഴ്പ്പെട്ടും ഓട്ടിച്ചാടി വാട്ടത്തിലിങ്ങനെ ചുറ്റാണ് കംസൻ. അപ്പൊ അസഹ്യ പരാക്രമം പ്രകാശിപ്പിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ഗരുഡൻ എങ്ങനെയാ സർപ്പത്തെ പിടിക്കണത് അതുപോലെ ബലാത്കാരമായിട്ട് ഇങ്ങോട്ട് പിടിച്ചു കംസനെ. പ്രഗൃഹ്യ കേശേഷു ചലൽ കിരീടം നിപാത്യ രംഗോപരി തുംഗമഞ്ചാൽ തസ്യോ വരിഷ്ഠാ സ്വയം അബ്ജനാഭ പപാദ വിശ്വാശ്രയ ആത്മതന്ത്ര. ഭഗവാനെ കൊണ്ട് പിടിച്ചപ്പോ കംസന്റെ തലയിൽ വെച്ചിരുന്ന കിരീടം വീണു, താഴത്തേക്ക് വീണു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ആ കംസന്റെ തലമുടികളിൽ ഇങ്ങനെ ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അത്ര പൊക്കത്തിലാണ് ആ മഞ്ചം, അതിന്ന് താഴത്തേക്ക് ഒരൊറ്റ ഏറ്. എന്നിട്ടോ ആയുധം കൊണ്ടൊന്നും വധിക്കുകയല്ല ചെയ്തത്. അവൻ ആ കംസന്റെ മീതയ്ക്ക് എടുത്തങ്ങോട്ട് ചാടി. ഭഗവാൻ വന്നു വീണപ്പോ എന്താ, തന്റെ പതനത്താൽ തന്നെ ഈ ദുഷ്ടം നശിക്കണം, ഈ കംസനെ കൊല്ലാൻ വേറൊരു ആയുധം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മട്ട്. അതിനു വേണ്ടിയിട്ടാണ് തന്റെ ദേഹത്തെ തന്നെ വളരെ കനമുള്ളതാക്കിയത്. മഹിമ, ലഘിമ മഹിമ, നല്ല
കനം, ഒരു പർവ്വതം മേത്ത് വന്ന് വീണതുമാതിരിയാണെന്ന് കംസന് തോന്നിയത്. ലോകരൂപമായിരിക്കുന്ന താമരപ്പൂവ് ഏതൊരുവന്റെ നാഭിയിലിരുന്നുവോ, ലോകത്തിനു മുഴുവനും ആശ്രയമായിരിക്കുന്ന ആ ഭഗവാന് എന്താ ചെയ്യാൻ കഴിയാതെ? ഈ ബ്രഹ്മാണ്ട ആകപ്പാട മൂലത്തോടെ പിളർന്ന് മീത വീണതുപോലെയാണ് കംസന് തോന്നിയത്. അത്ര കനമുള്ള തന്റെ ദേഹത്തെ കംസന്റെ ദേഹത്തിന്റെ മീതെ സ്വയം അങ്ങോട്ട് പതിപ്പിച്ചു ഭഗവാൻ. തം സംഭരേദം വിചകർഷഭൂമൗ ഹരിർയഥേഭം ജഗതോ വിപശ്യത ഹാഹേതി ശബ്ദ സുമഹാൻ തദാഭൂത് ഉദീരിത സർവജനേർനരേന്ദ്ര. അനേക ബ്രഹ്മാണ്ടങ്ങളെ കുക്ഷിയിൽ ഒതുക്കിയിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ ആ മഹത്തായ ദേഹം കംസദേഹത്തിന്മേൽ പതിച്ച ഉടനെ ആ ഭാരം സഹിക്കാൻ പറ്റാതെ ആ കംസൻ മൃതനായി. തന്റെ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന പാപികൾ അനുഭവിക്കുന്ന ഫലം സകല ജനങ്ങളും കണ്ടറിയണം എന്നുള്ള വിചാരം കൊണ്ടെന്ന പോലെ സഭ്യന്മാരായ സകല ആളുകളും കണ്ടുകൊണ്ടിരിക്കെ ആ മൃതശരീരത്തെ ആനയെ സിംഹം വലിക്കുന്ന പോലെ ഭൂമിയിലിട്ട് അങ്ങോട്ട് വലിച്ചു. ശ്രീശുഖ മഹർഷി പറയാണ്, ഹേ രാജാവേ, ഇങ്ങനെ വലിക്കണത് കണ്ടപ്പോ സകല ആളുകളും അത്യുച്ചത്തിൽ ഹാ കഷ്ടം, ഹാ കഷ്ടം എന്ന് നിലവിളിച്ചു. എത്ര തന്നെ ദുഷ്ടനായാലും രാജാവല്ലേ, അപ്പൊ ആ അനുഭവിക്കണ ആ വിഷമം കാണുമ്പോ തന്റെ പ്രജകൾ ദുഃഖിക്കണത് ലോക സ്വഭാവമല്ലേ. അതുകൊണ്ട് എല്ലാ ജനങ്ങളും കാണെ വലിച്ചുവെങ്കിലും കംസന്റെ ദുഷ്ടതകള് കൂടുതൽ അനുഭവിച്ചിരിക്കണ ആ സദസ്യരെ ആരും അങ്ങനെ വലിക്കരുത് എന്ന് വിരോധിച്ചില്ല ഭഗവാന്. എങ്ങനെയാ തോന്നുന്നത്? ഇതന്നെ അനുഭവിക്കണമെന്ന് അവരുടെ ഉള്ളിൽ തോന്നിയത്. കാണുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിലും അയാള് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് അവർക്ക് തോന്നി. സദിത്യോദ്വിഗ്നധിയാതമീശ്വരം പിബൻ വദൻ വാ വിചരൻ സ്വപൻ ശ്വസൻ ദദർശ ചക്രായുധമഗ്രതോ യദ തദേവ രൂപം ദുരവാപമാപ. ഒരാള് ഏതൊരു രൂപത്തെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആ രൂപം അവന് അന്ത്യകാലത്തിലും കാണാൻ കഴിയും. എപ്പോഴും ഇങ്ങനെ കംസന്റെ ഉള്ളിൽ ആരാ? ഭഗവാന്റെ രൂപ. ശത്രു അല്ലെ? ശത്രു ആണെങ്കിലും കുളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എപ്പോ നോക്കിയാലും വെള്ളം കുടിക്കാൻ എടുത്ത ഗ്ലാസിന്റെ ഉള്ളിൽ കാണും. എന്താ പറയണത്? അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഈശ്വര സ്വരൂപത്തെ ഭക്തിപൂർവ്വം ധ്യാനിക്കണം. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തൽഭാവഭാവിത എന്ന ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പ്രേമം കൊണ്ടും ദ്വേഷം കൊണ്ടും ഒരാള് മറ്റൊരാളെ ഇങ്ങനെ സ്മരിക്കാൻ ഇടവരും. പ്രേമം കൊണ്ട് സ്മരിക്കണവരുണ്ട്, ദ്വേഷം കൊണ്ട്. പക്ഷെ കംസൻ എങ്ങനെയാ? ദ്വേഷം കൊണ്ടാണ് അല്ലെ എപ്പോഴും സ്മരിച്ചത്. കംസൻ ശ്രീകൃഷ്ണന്റെ പരാക്രമ പ്രവൃത്തികള് ചാരന്മാര് മുഖാന്തരം കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽക്ക് ആ കംസന്റെ ഉള്ളിൽ ഇങ്ങനെ ഭീതി വർദ്ധിക്കാൻ തുടങ്ങി. വെള്ളം കുടിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നടക്കുക, ഉറങ്ങുക, ഒന്നും പ്രവർത്തിക്കാതെ വെറുതെ ഇരിക്കുക. അപ്പോഴും ഈ സമയങ്ങളിലൊക്കെ ഭയം നിമിത്തം കൃഷ്ണന്റെ രൂപം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കണം, അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം, ഇങ്ങനെ തോന്നിക്കൊണ്ട് എപ്പോഴും ഭഗവാന് ആ രൂപം എപ്പോഴാ വരികയെന്ന് അറിയില്ലല്ലോ കൊല്ലാൻ. അങ്ങനെ വളരെ കാലം പ്രതി ദിവസം ആ പഴകിയതിന്റെ ഫലമായിട്ട് അവസാന കാലത്തില് ചക്രായുധനായ ഭഗവാനെയാണ് മുമ്പിൽ കണ്ടത്. യോഗികൾക്കും കൂടി പ്രാപിക്കാൻ കഴിയാത്ത ആ സ്വരൂപത്തെ അങ്ങനെ കണ്ടു കംസന് സാരൂപ്യമുക്തി സിദ്ധിച്ചു. ശംഖചക്ര ഗദാ പത്മധാരിയായിട്ട് ഭഗവാനെ കണ്ടു. അതാ മരിച്ചു കഴിഞ്ഞപ്പോ കംസനും ആ സാരൂപ്യം, ആ രൂപം തന്നെയാണ് കിട്ടിയത്. കംസന്റെ അടുത്ത് ചെല്ലുമ്പോ ഭഗവാന്റെ കയ്യില് ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. എങ്കിലും മരണാനന്തരം യാതനാ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന കംസജീവന് ശംഖചക്ര ഗദാ പത്മധാരിയായ മഹാവിഷ്ണുവിന്റെ സ്വരൂപം പ്രത്യക്ഷമായി. അതുപോലെയുള്ള ഒരു സ്വരൂപം കംസന് സിദ്ധിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ 12ാമത്തെ വയസ്സിലെ കുംഭമാസം ചതുർദശി ദിവസം, അതായത് ശിവരാത്രി ദിവസമാണത്രേ കംസന് സാരൂപ്യമുക്തി കൊടുത്തത് എന്ന് ചില പുരാണങ്ങളില് പറയുന്നുണ്ട്. അങ്ങനെ കംസവധം കഴിഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.